Hello friends, welcome to M Coding. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ Django ട്യൂട്ടോറിയൽ ആണ്. സോ ജാങ്കോയിൽ നമ്മൾ ഇന്നത്തെ സെക്ഷൻ നോക്കാൻ പോകുന്നത് Django ഫോംസ് ആണ്. സോ എന്താണ് ഈ Django ഫോംസ്? ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മുടെ HTML-നകത്ത് നമ്മൾ ഫോംസ് എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യും. ഫോമിനകത്ത് നമുക്ക് ഇൻപുട്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയ, അങ്ങനെ പല ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് HTML-നകത്ത്. സോ ജാങ്കോ ഫോംസിനകത്ത് നമുക്ക് ഇൻബിൽഡ് HTML ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ മെയിൻലി നമ്മൾ ജാങ്കോ ഫോംസ് യൂസ് ചെയ്യും ഇപ്പോൾ ജാങ്കോ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷന് അത് നോക്കാം, ജാങ്കോ ഫോംസ്. സോ ജാങ്കോ ഫോംസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് HTML ക്വിക്ക്ലി നമുക്ക് ജനറേറ്റ് ചെയ്യും. അതായത് അതിനകത്ത് നമുക്ക് കുറേ വിഡ്ജറ്റ്സ് ഉണ്ട്. വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ, പി ടാഗ്, ഇതൊക്കെയാണ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ ജാങ്കോ ഫോംസ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി HTML-നകത്ത് പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോ വിഡ്ജറ്റിലും നമുക്ക് വാലിഡേഷൻ യൂസ് ചെയ്യാം, നമുക്ക് കസ്റ്റം വാലിഡേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതെല്ലാം നമ്മൾ പൈത്തൺ ഫയലിനകത്തായിരിക്കും ഈ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഓരോ ഫോം വേർഷൻസ് ഉണ്ടാക്കാം ഈ മോഡൽസ് ആയിട്ട്. അപ്പോൾ ഈ മോഡൽസിൻ്റെ ഫോം വേർഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മോഡൽസ് അപ്ഡേറ്റ് ചെയ്യും. ഈ ഫോം വഴി തന്നെ നമുക്ക് മോഡൽസ് അപ്ഡേറ്റ് ചെയ്ത് തരും. അതാണ് ഈ ജാങ്കോ ഫോംസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഒരു forms.py എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ജാങ്കോൻ്റെ നമ്മൾ ബിൽഡ്-ഇൻ ഫോംസ്, അതായത് ജാങ്കോ ഫോംസിനായിട്ട് ഒരു ബിൽഡ്-ഇൻ ഫോംസ് ഉണ്ട്. ആ ബിൽഡ്-ഇൻ ഫോംസ് നമ്മൾ ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ മുന്നേ ഒരു മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോഡൽ ക്ലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ ജാങ്കോ ഫോംസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞാൽ ജാങ്കോയിനകത്ത് നമ്മൾ ഫോംസ് ഇമ്പോർട്ട് ചെയ്യാം. ഫോംസ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോം നെയിം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുക. അതിനകത്ത് പാരാമീറ്റർ നമ്മൾ forms.form എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുക. അതിനകത്ത് നമുക്ക് നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. നെയിം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഫീൽഡ്, ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഫീൽഡ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫീൽഡാണ്. അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ വിഡ്ജറ്റ് ഈക്വൽ ടു forms.text area. സോ നെയിം, ഇമെയിൽ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതെല്ലാം വിഡ്ജറ്റ്സ് ആണ്. സോ ഇത് തന്നെയാണ് നമ്മൾ മോഡൽസിന് സെയിം നമ്മൾ ക്ലാസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ജാങ്കോ ഫോംസിനകത്തും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഈ forms.py ഫയലിൽ നമുക്ക് views.py ഫയലിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം import forms. ഡോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡയറക്ടറിയിലുള്ള ഫയലിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ഫോംസ്, നമ്മുടെ ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ forms.py ആണ്. സോ ഇമ്പോർട്ട് ഫോംസ്. അല്ലെങ്കിൽ നമുക്ക് ഫ്രം ഫോംസ് നിന്ന് നമുക്ക് ഇമ്പോർട്ട് ഫോം നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നെയിമാണ്, അതിന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഈ രണ്ട് രീതിയിലും ചെയ്യാം. ഇതിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കൂടുതലും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യൂസ് ഫയലിനകത്ത് തന്നെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും, ഫോം നെയിം _വ്യൂ. അതിനകത്ത് നമ്മൾ റിക്വസ്റ്റ് എഴുതും. ആ റിക്വസ്റ്റിനകത്ത് നമുക്ക് ഫോമിൻ്റെ വേരിയബിളിനകത്ത് നമ്മൾ forms.form നെയിമിൻ്റെ ക്ലാസ് നമ്മൾ വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫോമിൽ നമ്മൾ കോണ്ടെക്സ്റ്റ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, റെൻഡർ റിക്വസ്റ്റ്, അത് കഴിഞ്ഞ് സെക്കൻഡ് പാരാമീറ്റർ നമ്മുടെ HTML, തേർഡ് പാരാമീറ്റർ ആണ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ വ്യൂവിനകത്ത് നമ്മൾ ഇനി അടുത്തത് URL ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ഈ URL ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് URL പാറ്റേൺസിനകത്ത് നമുക്ക് URL form page /views.form name view ഇങ്ങനെ വേണം നമുക്ക് URL കൊടുക്കാനായിട്ട്. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, URL മാപ്പിങ്സിൻ്റെ ഒരു സെക്ഷൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അതിനകത്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് നമ്മളെ ഫയൽ എന്ന് പറഞ്ഞാൽ views.form name
ഫോം നെയിം .html ആണ്. സോ ഈ HTML നമ്മൾ ടെംപ്ലേറ്റ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോമിൻ്റെ കീ നമ്മളവിടെ യൂസ് ചെയ്യും. ഓക്കെ, അത് നമ്മളിവിടെ ഡിക്ഷണറിയാണ് ഇവിടെ നമ്മൾക്ക് പറയുക ഫോം എന്ന് പറഞ്ഞൊരു കീ. ഓക്കെ, ഈ ഫോം കീ ആയിരിക്കും നമ്മൾ HTML-നകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ജാങ്കോ ഫോമിൻ്റെ കുറേ നമുക്ക് കാണും. നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത നെയിം, ഇമെയിൽ, ടെക്സ്റ്റ് ഏരിയ, ഈ 3 ഫീൽഡും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. സോ അതിനുശേഷം നമുക്ക് 3 ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് HTTP, രണ്ടാമത്തത് ഗെറ്റ്, മൂന്നാമത്തത് പോസ്റ്റ്. HTTP എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ക്ലയൻ്റ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യും, എന്നിട്ട് സെർവർ അത് റെസ്പോണ്ട് ചെയ്യും. സോ ഇത് മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് റെസ്പോൺസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഗെറ്റും പോസ്റ്റും ആണ്. സോ ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റ റിസോഴ്സിൽ നിന്ന് നമുക്ക് ഡേറ്റ തിരിച്ച് കിട്ടും. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ സബ്മിറ്റ് ചെയ്യും റിസോഴ്സിലേക്ക്. സോ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം: HTTP, ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് w3schools.com നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. സോ ഇതാണ് നമുക്കൊരു എക്സാമ്പിൾ, എക്സാമ്പിൾ HTML-ൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇതിനകത്ത് നമുക്കൊരു ഫോം ഉണ്ട്, ഫോം ടാഗ് ആണ്. ഫോമിനകത്ത് നമുക്ക് form.as_p എന്ന് പറഞ്ഞൊരു ഉണ്ട്. ചില നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ form.as_p, ഫോം എന്ന് പറഞ്ഞാൽ ജാങ്കോ ഫോംസ് ആണ്. അതിൻ്റെ അകത്തുള്ളൊരു as_p എന്ന് പറഞ്ഞാൽ നമ്മൾ p ടാഗ് കൊണ്ടുവരും. ഓക്കെ, p ടാഗാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫോർമാറ്റ് ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ as_p മാത്രമല്ല, നമുക്ക് വേറെ കുറേ എലിമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് ജാങ്കോ ഡോക്സിനകത്ത് നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ CSRF_token എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സൈറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. ആക്ച്വലി ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോക്കൺ ആണ്. ഈ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ HTML ഫോം വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് പോസ്റ്റ് ആക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് ഈ CSRF_token ഇൻക്ലൂഡ് ചെയ്യുന്നത് മസ്റ്റാണ്. ഇപ്പോൾ ഇത് ഇല്ലെങ്കിൽ, ഈ CSRF ടോക്കൺ ഇല്ലെങ്കിൽ ഈ ഫോം ആക്ച്വലി വർക്ക് ആവത്തില്ല. പിന്നെ അതുമാത്രമല്ല, ഈ CSRF ടോക്കൺ ആക്ച്വലി ഹിഡൻ ഇൻപുട്ടാണ്. അതായത് ഇത് വ്യൂവിനകത്ത് ഇത് കാണത്തില്ല, പക്ഷേ ഇത് ബാക്ക് എൻഡിൽ ഇതെല്ലാം ചെയ്തോളൂ. അതായത് ഈ സൈറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പേ ഈ ടോക്കൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോം നമുക്ക് വ്യൂവിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ, ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഡേറ്റ വാലിഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ വ്യൂവിനകത്ത് എഡിറ്റ് ചെയ്യും. വ്യൂവിനകത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എല്ലാം അതിനകത്തായിരിക്കും എഴുതുന്നത്. അത് എല്ലാം വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇത് HTML റെൻഡർ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ ക്ലീൻഡ് ഡേറ്റ യൂസ് ചെയ്യും. അത് വാലിഡേഷന് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് cleaned_data എന്ന് പറയുന്നത്. അത് cleaned_data നമ്മൾ ഇനി ഓരോ സെക്ഷനിലും നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ വ്യൂ, ഫോം നെയിം വ്യൂ. ഇതിനകത്ത് നമ്മൾ ഫോം നെയിം ക്ലാസ് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ request.method, അതായത് നമ്മുടെ ഫോമിൻ്റെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ മാത്രം ഇതിനകത്ത് കയറും. form = forms.forName. ഫോം നെയിം എന്ന് പറഞ്ഞാൽ request.post മെത്തേഡാണ്. ഇപ്പോൾ ഫോം വാലിഡ് ആണെങ്കിൽ ഇതിനകത്തെല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഫോം വാലിഡേഷൻ സക്സസ് പ്രിൻസ് ഇൻ കൺസോൾ, ഇതെല്ലാം കൺസോളിലെല്ലാം പ്രിൻറ്റ് ചെയ്തോളൂ form.cleanData എന്ന്. അപ്പോൾ ഇത് ഈ ഫോം വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇതിൽ റെൻഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജാങ്കോ ഫോംസിൻ്റെ ഒരു ഓവർവ്യൂ. ഇത് ജസ്റ്റ് ഒരു ഡിസ്കഷനാണ്. നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ കോഡിംഗ് ആയിരിക്കും. ജാങ്കോ ഫോംസ് എങ്ങനെ നമുക്ക് എഴുതാമെന്നാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ.